ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നടന്നു വരുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റന്റ് എന്ന സായുധ സംഘടന വെറും 24 മണിക്കൂറിനുള്ളിൽ 6 ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി അവകാശപ്പെട്ടതോടെ മേഖലയിൽ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇറാഖിന്റെ വടക്കൻ മേഖലയിലുള്ള എർബിലിലാണ് ഏറ്റവും ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അമേരിക്കൻ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യം വെച്ച് നടന്ന ഡ്രോൺ ആക്രമണങ്ങളാണ് ഇവിടെ സ്ഫോടനങ്ങൾക്ക് കാരണമായത്. നിശബ്ദമായി ആകാശത്തിലൂടെ എത്തുന്ന ചാവേർ ഡ്രോണുകൾ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നത് സൈനിക കേന്ദ്രങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. എർബിലിയിലെ ആകാശത്ത് സ്ഫോടന ശബ്ദങ്ങളും പുകയും ഉയർന്നതോടെ സാധാരണ ജനങ്ങളും വലിയ ഭീതിയിലായി. ഇതിനു പുറമെ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള US സപ്പോർട്ട് ബേസിന് നേരെയും മറ്റൊരു ശക്തമായ ആക്രമണം അരങ്ങേറി. ഇറാഖിന്റെ തലസ്ഥാന നഗരിയിൽ തന്നെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. തന്ത്രപ്രധാനമായി ഈ മേഖലയിൽ മിസൈലുകളോ ഡ്രോണുകളോ പതിക്കുന്നത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ആക്രമണവും കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചോ സൈനികർക്ക് പരിക്കേറ്റതിനെ കുറിച്ചോ ഉള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും തുടർച്ചയായി നടക്കുന്ന ഈ പ്രഹരങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. വിദേശ സൈന്യം ഇറാഖ് വിടുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന സായുധ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. സൈനിക പിന്മാറ്റം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് അവർ ഈ ആക്രമണ പരമ്പരകൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നു. ഇറാഖിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദേശ സൈനിക സാന്നിധ്യത്തിനെതിരെ വലിയ വികാരം നിലനിൽക്കുന്നുണ്ട്. ഇത് മുതലെടുത്താണ് സായുധ ഗ്രൂപ്പുകൾ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങൾ തങ്ങളുടെ സ്വാധീനത്തെ തകർക്കാനുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ നീക്കമായാണ് അവർ കാണുന്നത്. ഈ സംഭവവികാസങ്ങൾ കേവലം ഇറാഖിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് അയൽ രാജ്യങ്ങളിലേക്കും പടരാൻ സാധ്യതയുള്ള വലിയൊരു അഗ്നിപർവ്വതത്തിന് സമാനമാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും അന്താരാഷ്ട്ര എണ്ണ വിപണിയെയും ഇത്തരം ഏറ്റുമുട്ടലുകൾ ബാധിച്ചേക്കാം. സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നിടത്ത് ആയുധങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. സത്യാവസ്ഥയും പ്രചാരണവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണിത്. സായുധ ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്ന അത്രയും വലിയ നാശനഷ്ടങ്ങൾ ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. എങ്കിലും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഈ പുതിയ യുദ്ധരീതി അമേരിക്കൻ സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. സാങ്കേതികമായി എത്ര മികച്ചവരായാലും ഇത്തരം ചാവേർ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇറാഖിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഈ സംഘർഷങ്ങൾക്കിടയിൽ ദുസ്സഹമായി മാറുകയാണ്. വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്തരം പുതിയ പോരാട്ടങ്ങൾ താങ്ങാനാവില്ല. വിദേശ ശക്തികളുടെ താല്പര്യങ്ങൾക്കും സായുധ ഗ്രൂപ്പുകളുടെ ആദർശങ്ങൾക്കും ഇടയിൽപ്പെട്ട് തകരുന്നത് ഒരു നാടിന്റെ സമാധാനമാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാനത്തിന്റെ ഭാവി. സൈനികമായ തിരിച്ചടികൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി വരുമ്പോൾ മേഖല ഒരു യുദ്ധമുനമ്പായി മാറുകയാണ്. ഓരോ മിസൈൽ ആക്രമണവും ഓരോ ഡ്രോൺ പതനവും വലിയൊരു സ്ഫോടനത്തിന് തിരികൊളുത്താൻ ശേഷിയുള്ളതാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഉടനടി സമാധാന ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇറാഖ് വീണ്ടും ഒരു വലിയ സൈനിക താവളമായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ തന്ത്രപ്രധാനമായ മണ്ണിലെ അടുത്ത നീക്കങ്ങളിലേക്കാണ്.